റിജിൽ മാക്കുറ്റി സർക്കാരിന് മുന്നിലേക്ക് വന്ന 3 പേരുകൾ അതിൽ നിന്ന് സർക്കാർ ഒരു നയപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. റവാഡ ചന്ദ്രശേഖറിന്റെ പേരിലേക്കാണ് സർക്കാർ എത്തുന്നത്. പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ മാറുമ്പോൾ ഉയരുന്ന ചോദ്യം അത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങളാണ്. CPIM അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐതിഹാസികമായ ജ്വലിക്കുന്ന ഓർമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നതിലൊരു ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഇന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ച് കണ്ടത് കോടതി അദ്ദേഹത്തെ പിന്നീട് കുറ്റവിമുക്തനാക്കിയതടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് പാർട്ടി അണികളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ CPIM-ന് കഴിയുമോ? താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ സർക്കാരിൻ്റെ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അവർക്കിപ്പോൾ അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിനകത്ത് നീതി പുലർത്താൻ CPIM-ന് അതിനുശേഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇതിപ്പോൾ രവതാ ചന്ദ്രശേഖർ അന്നത്തെ എനിക്ക് തോന്നുന്നു തലശ്ശേരി ASP ആയ സമയത്താണ് അദ്ദേഹം ആ ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ആക്ഷനിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവും അതിനുശേഷം ഇവർ വിളിച്ച കൊലയാളി മന്ത്രി രാഘവൻ അല്ലേ, അങ്ങനെയാണൊക്കെ വിളിക്കാറ്, കൊലയാളി രാഘവൻ എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഒരു ജയരാജൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രിയെ തടയാൻ പോയി, മന്ത്രിയാണിപ്പോൾ കൊലയാളി രാഘവൻ എന്ന് വിളിച്ചവർ മന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ രക്തസാക്ഷികളുടെ അനുസ്മരണവും അതോടൊപ്പം ഇവർ വിളിച്ച കൊലയാളി രാഘവൻ്റെ ചരമദിനവും ഒന്നിച്ച് ആചരിക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കെന്ത് ധാർമ്മികതയാണുള്ളത്? അതോടൊപ്പം തന്നെ മന്ത്രിയുടെ മകനായിട്ടുള്ള ആൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ അഴീക്കോട് മത്സരിപ്പിച്ചിരിക്കുന്നു. ഈ MV രാഘവൻ്റെ മകനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. ഇപ്പോൾ അയാളുടെ പാർട്ടിയുടെ അവരുടെ സൈബർ മീഡിയയുടെ തലവനാക്കി പുതിയ ചുമതല കൊടുത്ത് അയാളാണ് ഈ പാർട്ടിയുടെ സൈബർ മേഖല നയിക്കുന്നത്. നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ, അയാളാണിപ്പോൾ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നത്. ആ ഒരു പരിയാരം മെഡിക്കൽ കോളേജിനെതിരായിട്ടുള്ള സമരമാണ് ഇവർ നടത്തിയത്. ആ സമരം 5 ആളുകളെ കുരുതി കൊടുത്തു. ഇപ്പോൾ അവസാനം നമുക്ക് പുഷ്പൻ എന്ന് പറയുന്ന DYFI-കാരൻ ഇപ്പോൾ അടുത്താണ് അദ്ദേഹം മരിച്ചുപോയത്. പുഷ്പനെ അറിയാമോ? നമ്മുടെ പുഷ്പനെ അറിയാമോ? ആരോടാ ചോദിക്കുന്നത്? ആ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്ന പുഷ്പൻ ഉൾപ്പെടെ രാജീവനും മധുവും ഷിബുലാലും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ പരിയാരം മെഡിക്കൽ കോളേജിനെതിരായിട്ടാണ് സമരം നടത്തിയത്, സ്വാശ്രയ കോളേജിനെതിരായ സമരം നടത്തിയത്. പക്ഷേ ആ കോളേജ് പിടിച്ചെടുക്കാനും അത് സമരത്തിന് മുമ്പിൽ നിന്ന് നയിച്ച അന്നത്തെ DYFI നേതാവാണ് MV ജയരാജൻ. 5 ആളെ കുരുതി കൊടുക്കാൻ മുമ്പിൽ നിന്ന് വെച്ച ജയരാജൻ ഒരു ഉളുപ്പുമില്ലാതെ ആ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണ അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത് അതിനകത്ത് കട്ടുമുടിച്ച് കാട്ടുകള്ളന്മാരുടെ സങ്കേതമാക്കി പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റി അതിനെ ഇന്ന് ഏറ്റവും വലിയ തകർച്ചയിൽ കൊണ്ടുവന്നത് MV ജയരാജനാണ്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അപ്പോൾ DYFI-യുടെ നേതാവായിട്ട് അന്നത്തെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ DYFI നേതാവിൻ്റെ മകൾക്ക് അതേ സ്വാശ്രയ കോളേജ് സീറ്റ് വാങ്ങിക്കൊടുത്ത സംവിധാനമാണ് CPIM DYFI ഒക്കെ. ഇപ്പോൾ രവതാ ചന്ദ്രശേഖരനെ DGP ആക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ ഒരു പാർട്ടിക്ക് ഒരു ധാർമ്മികതയിൽ രക്തസാക്ഷികളെ വിറ്റ് അധികാരത്തിലേക്ക് കയറുക എന്നല്ലാതെ ആ രക്തസാക്ഷികളോട് ഒരു ധാർമ്മികതയും പുലർത്താത്തൊരു പാർട്ടിയാണ് CPIM എന്ന് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കൃത്യമായ തെളിവുണ്ടല്ലോ. ആ തെളിവുകൾ നമ്മൾ കാണുകയല്ലേ. അപ്പോൾ ഇത് അദ്ദേഹം രവതാ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ മന്ത്രിയെ കൊല്ലാൻ ഇത്രയും ആളുകൾ ആയുധവുമായി കല്ലും വടിയും പെട്രോൾ ബോംബും ഉൾപ്പെടെ ആയുധങ്ങളുമായി മന്ത്രിയെ കൊല്ലാൻ വന്നപ്പോൾ മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിച്ചത്. അപ്പോൾ അതിനെ നമുക്ക് തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. അത് UDF-ന്റെ ഗവൺമെൻറ് ഇരിക്കുന്ന കാലത്താണ്, UDF-ന്റെ മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി അവിടെ പോലീസ് അന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ MV രാഘവനോട് കൊല്ലപ്പെടും. ആ MV രാഘവന് കോൺഗ്രസും അതോടൊപ്പം തന്നെ ശ്രീ K കരുണാകരനും ശ്രീ K സുധാകരനുമാണ് രാഷ്ട്രീയ അഭ്യം നൽകിയത്. ആ MV രാഘവനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കാൻ അദ്ദേഹത്തിൻ്റെ പാപ്പിനിശ്ശേരിയിലെ അദ്ദേഹത്തിൻ്റെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയി അവിടെയുള്ള മൃഗങ്ങളെ മുഴുവൻ വെട്ടി കൊന്നു. അവിടെയുള്ള മാനിനെ മയിലിനെ ചുട്ടുകൊന്നു. സിംഹവാലം കുരങ്ങിൻ്റെ കാല് വെട്ടി ആ സമയത്ത് അത് പ്രാണരക്ഷാടം തുള്ളുമ്പോൾ തുള്ളട രാഘവ എന്ന് ആക്രോശിച്ച അദ്ദേഹത്തെ വീട് പോലും ചുട്ട് ചാമ്പലാക്കിയവരാണ് ഇവർ.